ഈ നിരോധിക്കപ്പെട്ട സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചെയ്തികളൊക്കെ തന്നെ നമ്മൾ മറന്നിട്ടുള്ളതല്ല. ഇവിടെ കേരളത്തിൽ വളരെ ശക്തമായി വളർന്നു വന്നവരുമാണ്. അവർക്ക് സുരക്ഷിതമായ താവളം പോലുമായിരുന്നു. എല്ലാ പാർട്ടികളും അവരെ സംരക്ഷിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഈ ക്രൈസ്തവ സഭയെ പോലും തകർക്കാനായിട്ട് ഇവർ ശ്രമിച്ചു എന്നാണ് ഒരു ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എത്രത്തോളം വാസ്തവം ഉണ്ട്? വാസ്തവ വിരുദ്ധതയില്ല. കാരണം നമ്മളെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഈ ഹൈന്ദവ ക്രൈസ്തവ സംഘടനകളിലേക്ക് എന്ന് പറഞ്ഞാൽ ആരാധനാലയം പോലും കടന്നു കയറാറുണ്ട്. സാമ്പത്തികം കൊടുത്തുകൊണ്ടാണ് ഈ കടന്നുകയറ്റം എന്നുള്ളതൊരു സത്യമാണ്. കാരണം ഉള്ളിൽ കയറി പ്രശ്നം ഉണ്ടാക്കുക, ഉള്ളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ കിട്ടേണ്ട ആദ്യം. ആ കിട്ടുന്നവനെ ഉപയോഗിച്ചുകൊണ്ട് പരസ്പര വിരുദ്ധമായുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, റൂമർ പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ശിവഗിരിയിലൊരു സമയത്തെ സംഭവം നമുക്കറിയാലോ. ശിവഗിരി തെരഞ്ഞെടുപ്പുമായി സന്യാസിമാരുടെ ഇടയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയതാണ് ആദ്യം. എവിടം പറ്റി അതിൽ ആരാണ് സംഘർഷത്തിന് ആളെ കൊണ്ടുവന്നത്? അബ്ദുൽ നാസർ മദനി, PDPയുടെ നേതാവായിക്കൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദിയും ഇസ്ലാമിക തീവ്രവാദി. അതിന് സംഘടന ഉണ്ടാക്കി ആ സംഘടനയിൽ കൂടിയിട്ട് നിരവധി യുവാക്കന്മാരെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. ആ ആളുകൾ പോയിട്ടാണ് അവിടെ കയ്യേറുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അന്ന് അതിനനുകൂലിച്ച സമുദായ നേതാക്കന്മാരുണ്ടായിരുന്നു, അനുകൂലിച്ച സന്യാസിമാരുടെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, അനുകൂലിച്ച അനുയായികളും ഉണ്ടായിരുന്നു. ആ കൂട്ടരെല്ലാം എങ്ങനെയാണ് അവരെ വിളിച്ചു വരുത്തിയത്, എങ്ങനെ അവരിതിൽ ഇടപെട്ടത് എങ്ങനെ എന്നുള്ളത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുകയാണ്. പ്രകാശാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ അവിടെ കയറാൻ വേണ്ടി ഏറ്റവും നല്ല സന്യാസി ശ്രേഷ്ഠൻ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ 31 ദിവസം നിരാഹാരം നടത്തേണ്ടി വന്നില്ലേ. പിന്നെ അനുമതി കിട്ടിയതിന് ശേഷം അത് കടക്കാൻ വേണ്ടി ചെന്ന സമയത്ത് വീണ്ടും തടഞ്ഞില്ലേ. തടഞ്ഞത് ആരായിരുന്നു? തടഞ്ഞിരുന്നതും ഇസ്ലാമിക തീവ്രവാദികളായിട്ട് മദനിയുടെ ആൾക്കാരായിരുന്നു, മദനിയുടെ. ഇത്തരം പ്രവർത്തനങ്ങൾ പിൽക്കാലത്തും തുടർന്നുകൊണ്ടിരിക്കുന്നു. പിൽക്കാലത്ത് പറഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികൾ ഒരു സംഘടിച്ചൊരു ദേശീയ കാഴ്ചപ്പാടോട് കൂടിയുള്ള ആൾക്കാരാണ് അതിന് പിന്തുണ കൊടുക്കുന്നത് കാണുന്ന സമയത്ത് അതിൻ്റെ ഇടയിലും കയറി ചെന്നതാക്കി. അതിൻ്റെ ഭാഗമാണല്ലോ മറ്റേ മുഹമ്മദിൻ്റെ കാര്യം പറഞ്ഞു ജോസഫ് മാഴക്കൃഷ്ണ കൈ വെട്ടിയത്. ഇതിൻ്റെ പേരിൽ ആ കോളേജിൽ 2 ഗ്രൂപ്പ് ഉണ്ടായി, അതിൻ്റെ പേരിൽ ആ സഭയിൽ 2 ഗ്രൂപ്പ് ഉണ്ടായി. ഇതെല്ലാം അതിൻ്റെ പേരിൽ നടന്നു. രഹസ്യമായിട്ട് ചെയ്തത് തെറ്റാന്ന് പറഞ്ഞെങ്കിലും പരസ്യമായിട്ട് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി ക്രൈസ്തവ സംഘടന തയ്യാറായില്ല. ആ പേരിൽ തന്നെ അതിൻ്റെ സ്ഥിരീകരണം ഉണ്ടായില്ലേ. ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടിയിട്ട് അതേ സമയത്ത് വലിയ കാര്യങ്ങളിൽ കൂടിയിട്ട് ഈ സഭകൾക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ഇത് ഹിന്ദു സംഘടനയുടെ ഇടയിലുണ്ട്. ഹിന്ദുക്കളുടെ ഇടയിലേക്ക് കയറി കൂടി നല്ലവരാണെന്നുള്ള ശുദ്ധമനസ്കരാണ് എന്നുള്ള ചിന്തയോടുകൂടി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ആര് പറയുന്നു? എനിക്കറിയാം, ഇവിടെ MG കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി ഇവിടെ ദേശീയ പ്രസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയിൽ അയാൾ കടന്നുകൂടി. അതിലത്തെ ആൾക്കാരായിട്ട് വളരെ നല്ല നിലയിലൊക്കെ നീങ്ങി. പിന്നീട് ഒരു ചെറിയ സംഭവമാണ്, പക്ഷെ നമ്മളിത് ചെറിയ സംഭവമായിട്ട് കാണരുത്. നാടകത്തിലും കാര്യങ്ങളിലൊക്കെ അയാൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ പോയി. പക്ഷെ ആ സമയം കൊണ്ട് ഈ ആൾക്കാരുടെ ഇടയിൽ അയാൾ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അയാൾക്ക് അനുകൂലിച്ചുകൊണ്ട് അയാൾക്ക് തമ്മിൽ പ്രശ്നമൊക്കെ. പക്ഷെ അയാൾ തിരിച്ച് നാട്ടിൽ പോയിട്ട് പിന്നെ അയാളെ കണ്ടത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകനായിട്ടാണ് ഇതിനെ കാണാൻ സാധിച്ചത്. അപ്പം അയാൾ കോളേജിൽ നിന്ന് ഒരു ഏറ്റവും നല്ല ശക്തിയുള്ള ഒരു
ആ കോളേജ് സമയം സംഘടനയിൽ കടന്നു വന്ന് ആ സംഘടനയ്ക്കുള്ളിൽ പ്രശ്നം ഉണ്ടാക്കി തകർത്താനുള്ള ശ്രമം നടത്തി. പക്ഷെ ആ സംഘടനയ്ക്ക് ആ നിലയ്ക്കുള്ള കാഴ്ചപ്പാടുള്ള പ്രവർത്തകരുണ്ടായിരുന്നത് കൊണ്ട് കൂടുതലൊന്നും ഇവിടെ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ അയാളെ കണ്ടത് പിന്നീട് അയാൾ അങ്ങനെ കണ്ടതല്ല, ആ സംഘടനയുടെ പ്രത്യേകത അനുസരിച്ച് അങ്ങനെ കണ്ടതല്ല. പക്ഷേ അയാൾ മനഃപൂർവ്വം തന്നെ മനസ്സിൽ മുഴുവൻ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, ഇതിൽ രഹസ്യങ്ങൾ ചോർത്തണം എന്ന് വിചാരിച്ച് കടന്നു പോയത് കൊണ്ട് അയാൾ ആ സംഘടനയിൽ പോയിട്ട് വീണ്ടും പോപ്പുലർ ഫ്രണ്ടിന് ആളായി പ്രവർത്തനം തുടങ്ങി. ഇതൊന്നോ രണ്ടോ സംഭവങ്ങളായിരിക്കില്ല. ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. ഇതേപോലെ ചില പ്രദേശങ്ങളിൽ ഇത്തരം ആൾക്കാർ കടന്നിട്ട് അവിടെ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ പിന്നിൽ ഇതേപോലത്തെ ആൾക്കാരാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ക്രിസ്ത്യാനികളുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനികളുടെ പ്രശ്നം ഉണ്ടാക്കുന്നു. കൂടുതലുള്ള സ്ഥലത്ത് വന്നിട്ടെങ്കിലും താമസിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇസ്ലാം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഒരു ഹിന്ദുവിന് ജീവിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷെ ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുസ്ലിമിന് ഒരു സുഖമായിട്ട് ജീവിക്കാം, സുരക്ഷിതമാണ്. അതോടുകൂടി തന്നെ ഇവരുടെ ശരിക്ക് മനസ്സ് പിടിച്ചെടുക്കാനും സാധിക്കും. പിടിച്ചെടുക്കാൻ സാധിക്കുന്ന സമയത്ത് ഇവരെന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു വിഭാഗത്തെ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ വിഭാഗത്തിൻ്റെ ഇടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ശിഥിലീകരണം കാര്യങ്ങൾ നടത്താൻ ഇവർക്ക് സാധിക്കും, ശിഥിലമാക്കാൻ. ഇതേ കാര്യം തന്നെയാണ് ഈ ക്രിസ്ത്യൻ സഭകളിലേക്ക് കടന്നു ചെന്നിട്ടും ഇത്തരം ആൾക്കാർ ചെയ്യുന്നുണ്ടാകുക. എന്തോ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ഫാദർ ആൻഡ്രൂസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതേപോലെ ചെയ്യാൻ സാധിക്കുള്ളൂ. കടന്നു കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി അത് സാമ്പത്തികം ഒരളവ് വരെ ശരിയാണ്, സാമ്പത്തികമായിട്ട് കൊടുക്കാൻ അവരുടെ കയ്യിലുണ്ട്. എങ്ങനെയാണ് ഇതിനകത്തപ്പം വളരെ ബുദ്ധി കൂർമ്മതയോടുകൂടി ഇപ്പം പെൺകുട്ടികളെ മതം മാറ്റിയെടുക്കുന്ന എങ്ങനെ കല്യാണം കഴിച്ചിട്ട് ലവ് ജിഹാദെന്ന് എന്ത് പേര് കൊടുത്താലും സാമ്പത്തികമായിട്ട്. കാരണം കുട്ടികൾ എവിടെയാണോ ജ്യൂസ് കഴിക്കാൻ ചെല്ലുന്നത്, എവിടെയാണോ ഈ മൊബൈൽ ഫോൺ കടകളുള്ളത്, ഈ സ്ഥലങ്ങൾ മുഴുവൻ ഇവർ കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഇത് കുടിക്കുന്നതിൻ്റെ തമാശയൊക്കെ പറഞ്ഞ് അപ്പം മെല്ലെ 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 മനസ്സ് മാറ്റിയെടുക്കുന്നു വലിയ ഫ്രണ്ട്ഷിപ്പായിട്ട്. അതിൽ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഉണ്ട്. ആ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ അതേപോലത്തെ ഭീകരവാദി സംഘടനകളുടെയോ പ്രവർത്തകരാണ്. ഇതറിയാൻ സാധിക്കില്ല. ഈ നല്ല ഫ്രണ്ട്ഷിപ്പ് വരുന്ന സമയത്ത് ഇപ്പോൾ രാഷ്ട്രീയക്കാർ തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പല്ലേ തമ്മിൽ, പക്ഷെ വിട്ടുകളിയില്ല, സാധാരണ ഉണ്ടാകാൻ പാടില്ല. അത് നല്ല കാര്യത്തിനാണെങ്കിൽ ഇത് ഇതേപോലെ തന്നെയാണ്. ഒരേ കോളേജിൽ പഠിക്കുന്നു, ഒന്നിത് നടക്കുന്നു. പക്ഷേ മറ്റൊരു മനഃപൂർവ്വം തന്നെ വന്ന ആ കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കുന്നതാണെന്നുള്ളതും ഇവർ സാധാരണ രീതിയിൽ അഡ്മിഷൻ വാങ്ങിക്കുന്ന ആളും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം മനഃപൂർവ്വം പോയി അഡ്മിഷൻ വാങ്ങിക്കുന്നവൻ പോകുന്നത് പിന്നെ അവനെ കാണുന്ന വലിയ വലിയ വണ്ടിയും സാമ്പത്തികമായി ഞാൻ ഉന്നതനാണെന്നുള്ള പെൺകുട്ടികളുടെ മുമ്പിൽ കാണിക്കാനുമാണ്. ഇതേപോലെ തന്നെയാണ് സംഘടനകൾക്കുള്ളിലും ക്ഷേത്രങ്ങളുടെ ഉള്ളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും എല്ലാം ഇത്തരം ആൾക്കാർ കടന്നുകൂടുന്നതും കൂടെ നിൽക്കുന്നതും കൂടി എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ വലിയ അവർക്ക് ബേജാറുണ്ടെങ്കിലും ഇത് കേൾക്കുന്നത് നമുക്ക് ഇതിൽ ബേജാറില്ല. സത്യമാണെന്ന് മനസ്സിലാക്കുന്നു ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.